ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജയം ജേണി. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാൻ എല്ലാം ലാലേട്ടനെ കുറിച്ചുള്ളതാണ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് MMMN. മമ്മൂക്ക, ലാലേട്ടൻ, അതായത് മോഹൻലാൽ MM ആരോടെ പറഞ്ഞിരുന്നില്ലേ. അതുപോലെ ആസിഫ് അലി, കുഞ്ചകോപൻ, ഒരുപാട് ആളുകളുണ്ട്. മഹേഷ് നാരായണൻ ഫിലിം. ആ ഫിലിമിന്റെ ലൊക്കേഷനിലെ സ്റ്റില്ലും ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം. അതല്ലാതെ സ്റ്റില്ല് വന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റില്ലാണ്. അത് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ ബിഗ് എംസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, മമ്മൂക്കിനെ അവിടെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് പോലെ കൊടുത്തിട്ടില്ല. പക്ഷെ ലാലേട്ടന്റെ ലുക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഇതില്. എന്തുകൊണ്ട് ലാലേട്ടന്റെ ലുക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ, ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഈ ഉദയനാട് താരത്തിലൊക്കെ പുള്ളിക്കാരൻ നടന്നിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ടും അങ്ങനത്തെ ഒരു പഴയ ലാലേട്ടൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ. അതാ ഇവിടെ ഈ കള്ളിക്കാവിൽ ഇതൊക്കെ ചാടിയിട്ട് ഇവിടെ ഈ ഒരു സ്മൈൽ ലൈൻസ് ഉണ്ടല്ലോ, ആ ലൈൻസ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കവിള് ചാടിയിട്ടുള്ള ലാലേട്ടൻ, അത് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പൊ അടുത്ത് താടി വടിക്കല്ല, ഫുൾ ട്രിം ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഹൃദയപൂർവ്വത്തിന്റെ ആണോ അത് തുടരും ആണോ, തുടരിലെ പാട്ടിന്റെ പ്രൊമോ ഒക്കെ ചെയ്ത സമയത്ത് അങ്ങനെ വന്നിരുന്നത്. പക്ഷെ അതെനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. താടി പോയപ്പോൾ പിന്നെയും അത്ര ഒരു രസമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. പക്ഷെ ഈ ഒരു ലുക്ക് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ എന്തോ ഒരു ഭയങ്കര ഭംഗി. മമ്മൂക്കയാണെങ്കിലും ആസ് യൂഷ്വൽ കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് ആ ലുക്ക് തിരിച്ചു വന്ന ഒരു, എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഉദയനാട് താരം എന്നൊക്കെ പറഞ്ഞേക്കാൾ നല്ല, എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് പറയാൻ തോന്നുന്ന സിനിമ, ഈ കറക്റ്റ് ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഗ്രാൻഡ് മാസ്റ്റർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള ഒരു ലുക്ക്. അതുപോലെ നമ്മുടെ മഞ്ജു വാര്യരാണോ ഈ മരിക്കാൻ സമയത്ത് നമ്മുടെ മുഖത്തുള്ള ഒരു ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റിയതിന് ശേഷം കൊല്ലുകയാണ്. പക്ഷെ ആ സമയത്ത് കണ്ണൊക്കെ നിറഞ്ഞിട്ടുള്ള സീൻ ഉണ്ടല്ലോ, ഏതാ സിനിമ? ഗ്രാൻഡ് മാസ്റ്റർ തന്നെയാണോ? ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കൂ. അറിയുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും ആ ലുക്ക് ഗംഭീരമായിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ രണ്ടാളുകൾ എനിക്കൊരു സാധനം, ദൃശ്യം 3യുടെ പോസ്റ്റർ ഒന്ന് റിയാക്ട് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇത് ഒഫീഷ്യൽ പോസ്റ്റർ അല്ല. ദൃശ്യം 3 അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ചേട്ടനും ലാലേട്ടനും ജിത്തു ജോസഫ് 3 പേരും കൂടെ നിന്നിട്ടുള്ള ഒരു സംഭവം പുറത്തു വിട്ടു. ലാലേട്ടൻ തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് സംഭവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ്, കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമായിട്ടിരുന്നു. പക്ഷെ ഇത് ആദിനുല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ ഇൻസ്റ്റയിൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ദ ഗെയിം ഈസ് ഇൻ ഓവർ യെറ്റ്, ജോർജ് കുട്ടി ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. ഗംഭീര വർക്കാണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, അടിപൊളി സാധനമാണ്. പക്ഷെ ഒഫീഷ്യൽ അല്ല, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നിരുന്നത്. ഞാൻ നിങ്ങളെല്ലാവരും കൂടെ അയച്ചു തന്നുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു, ഇവിടെ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. ഈ പോസ്റ്റർ വർക്ക് അടിപൊളിയാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദൃശ്യം 3 ദി കൺക്ലൂഷൻ എന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് സൈഡിൽ ഹി വിൽ ഡെഫിനറ്റ്ലി സേവ് ഹിസ് ഫാമിലി, ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്? എന്ത് വില കൊടുക്കും, കണ്ടറിയാം. അപ്പൊ എന്തായാലും ആ ഒരു സംഭവം അവിടെ കിടക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്കിനി പറയാനുള്ളതാണ് മക്കളെ, എംപുരാൻ, L2E എംപുരാൻ. എംപുരാനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഒരുപാട് 36 കഥാപാത്രങ്ങളിൽ ഏകദേശം ഒരു എത്ര കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഒരു 20 ക്യാരക്ടർ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും അത് പോട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് കബൂഗ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്, എറിക് ഇബോണി ആസ് കബൂഗ. അത് കഴിഞ്ഞതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊടുത്തിരുന്നത് ക്യാരക്ടർ നമ്പർ 12 സുരാജ് വെഞ്ഞാറമൂട് ആയിരുന്നു. സുരാജ് വെഞ്ഞാറമൂട് ആസ് സജ്ജനചന്ദ്രൻ. സാജൻ ചന്ദ്രൻ എന്നാണ് ആദ്യം ഞാൻ നോക്കിയത്. സജ്ജനചന്ദ്രൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ഒറ്റ നോട്ടിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. IUFന്റെ ഓപ്പോസിറ്റ് ആണെന്നാണ് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്. ഡ്രസ്സൊക്കെ കണ്ട് വെള്ളം വെള്ളയല്ല, അതിന് പകരം അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ഉള്ള ടൈപ്പ് ഒരു ആളാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും സുരാജിന്റെ ആ കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ക്യാരക്ടറിന്റെ സാധനം തരുന്നതിന് പകരം ലാലേട്ടൻ വന്നൊരു തീ കത്തിച്ചിട്ട് ഒറ്റ പോക്ക്. കുറെ ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റർ എന്താ പറയാ, L2E എന്ന് എഴുതിയിട്ട് ഒരു ഹെലികോപ്റ്ററിൽ ലാലേട്ടൻ ഇരിക്കുന്നു. പിറകില് കുറെ വണ്ടിയും, റേഞ്ച് റോവർ ആണോ ഡിഫൻഡർ ആണോ, റേഞ്ച് റോവർ എല്ലാം കിടക്കുന്നുണ്ട്. കുറെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ പേഴ്സണലി ഈ പോസ്റ്ററിലേക്ക് അടുത്ത് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ലാലേട്ടന്റെ എനിക്ക് ആ ഒരു സാധനം വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. തുറന്നു പറയാലോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അപ്പൊ എനിക്കത് വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ ശരിയാക്കാമായിരുന്നു. ഒരു ജസ്റ്റ് ഒരു പോസ്റ്റർ അത്രേ ഉള്ളൂ. ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ പോലെ ഒന്നും എനിക്ക് അതെന്തോ ഫീൽ ചെയ്തില്ല. ബട്ട് ബാക്കിയുള്ള പോസ്റ്റേഴ്സ്, ഇതെല്ലാം തന്നിട്ടുള്ള സുരാജേട്ടന്റെ പോസ്റ്റർ ആണെങ്കിലും അതിന് മുമ്പ് കബൂഗയുടെ പോസ്റ്റർ ആണെങ്കിലും ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും
മോശമാണെന്നല്ല, പക്ഷെ എന്തോ ഭയങ്കര സംഭവം എന്നുള്ള പോലെ എനിക്ക് തോന്നി. ലാലേട്ടൻ ഇതിനേക്കാൾ എത്രയോ ഭംഗിയിൽ ഇതിനു മുമ്പ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, എത്ര മാസമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ ലാസ്റ്റ് നമ്പർ 1 എന്ന് പറഞ്ഞ് ലാലേട്ടന്റെ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. നമ്പർ 1 തന്നെ ലാലേട്ടൻ തന്നെ അവർ കാണിക്കുന്ന സമയത്ത് അതൊരു വൻ പോസ്റ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ജസ്റ്റ് കുഴപ്പമില്ല, ഹെലികോപ്റ്ററിലാണ് ഇരിക്കുന്ന സംഭവങ്ങൾ, ദാറ്റ്സ് ഓൾ, അത്രേ തോന്നിയിട്ടുള്ളൂ. ഏതായാലും അത് കഴിഞ്ഞിട്ട് ക്യാരക്ടർ നമ്പർ 11 നമ്മുടെ മുമ്പിലേക്ക് തന്നു. സുഖാന്ത് ഗോയൽ ആസ് മുന്ന എന്ന് പറഞ്ഞിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ജയ്ദിന്റെ ആ ഫാമിലിയും കാര്യങ്ങളും, അതിൽ മസൂദിന്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അതിൽപ്പെട്ട ഏതോ ഒരാളാണെന്ന് തോന്നുന്നു. ഒരു ന്യൂസ് റിപ്പോർട്ടർ ലുക്കൊക്കെ ഉണ്ട് പെട്ടെന്ന് കാണുന്ന സമയത്ത്. പക്ഷെ അവരുടെ ഫാമിലിയിൽ എല്ലാവരും അത്തരത്തിലുള്ള ഒരു കുർത്തീസ് ആണ് ധരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ തന്നതാണ് ക്യാരക്ടർ നമ്പർ 10. കഴിഞ്ഞ ദിവസം മോർണിംഗ് രാവിലെ തന്നിട്ടുള്ളത് നമ്മുടെ കിഷോർ കുമാർ ജി ആസ് കാർത്തിക് എന്ന് പറഞ്ഞിട്ട്. ഒറ്റ ഓട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു IAS എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു IAS ഓഫീസറിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തോ വലിയ ഓഫീസ് വർക്കോ കാര്യങ്ങളോ എന്തോ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർ എന്നൊക്കെ രീതിയിലുള്ള അത്തരത്തിലൊക്കെ. പക്ഷേ വൈറ്റ് ഡ്രസ്സ്, അല്ലെങ്കിൽ വൈറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഏതോ കളറ്, ക്രീം കളറോ ബിസ്ക്കറ്റ് കളറോ, അപ്പോൾ ഫുൾ കൈയൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം, എന്തോ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ക്യാരക്ടർ വന്നു സലാറിൽ, വർദ്ധരാജ മന്നാർ, അദ്ദേഹത്തിന്റെ ചെറുപ്പം ചെയ്തിട്ടുള്ള നമ്മുടെ കാർത്തികേയ ദേവ്, പുള്ളീനെ കൊണ്ടുവന്നു. എന്നിട്ട് സയ്യിദ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിലെ സയ്യിദ് മസൂദ് അല്ലെ, പുള്ളിക്കാരന്റെ ചെറുപ്പം അഭിനയിക്കുന്ന പയ്യനായിട്ട് അത് ഒരു പൊളിച്ചു. വീണ്ടും പൃഥ്വിരാജ് നെട്ടിക്കാൻ തുടങ്ങി. കാർത്തികേയ ദേവ് ആസ് സയ്യിദ് കേട്ടോ. അപ്പൊ ആ സാധനം തന്നു. ആൻഡ് ഫൈനലി ഇന്ന് നമുക്ക് മോർണിംഗ് തന്നിട്ടുള്ളത് ഇതിലെ ട്രൂത്ത് സീക്കർ ആയിട്ടുള്ള, സത്യാന്വേഷി ആയിട്ടുള്ള നമ്മുടെ പത്രപ്രവർത്തകൻ. ഹിന്ദുക്കൾക്ക് അവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികളിൽ അവനൊരൊറ്റ പേരേ ഉള്ളൂ, ലൂസിഫർ എന്ന് പറഞ്ഞ് ഒരു ഞെട്ടിച്ചു പോയ പുള്ളിക്കാരൻ ഇന്ദ്രജിത് സുകുമാരൻ ആസ് ഗോവർദ്ധൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റർ തന്നു. ഇതും നല്ല അടിപൊളി ഹെവി പോസ്റ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ കളറിങ്ങും ആ ഒരു ക്വാളിറ്റിയും ഒക്കെ നല്ല രസമുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ അത് മഞ്ഞാണെന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്. പക്ഷെ ഇപ്പുറത്ത് എല്ലാവരും കോട്ട പിടിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതോ മഴയാണ്, മഴ പെയ്യുന്നതിന്റെ ഇടയിൽ നിൽക്കുകയാണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ എന്തോ ഒരു പ്രധാനപ്പെട്ട എന്തോ ഒരു സംഭവം നോക്കിയാണ് നിൽക്കുന്നത്. മേ ബി അവിടെ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചു വരുന്ന സീനോ എന്തെങ്കിലും ആയിരിക്കും. ഇല്ലെങ്കിൽ പുള്ളി പല രാജ്യങ്ങളിലും ഇതുപോലെ സ്റ്റീഫന്റെ പിറകെ പോയി ഏതെങ്കിലും സ്ഥലത്ത് സ്റ്റീഫനെ കണ്ട് ഞെട്ടി നിൽക്കുന്നതായിരിക്കാം. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇറങ്ങി വരുന്നത് സ്റ്റീഫന്റെ എബ്രഹാം അല്ലെങ്കിൽ ഖുറേഷി, ഏതോ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം. കാരണം പല ആളുകളും ഖുറേഷി വേറെ ആളായിരിക്കും, എബ്രഹാം വേറെ ആളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ്, നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്തായാലും ഖുറേഷി എബ്രഹാം അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷി, വാട്ട് എവർ, ലാലേട്ടനെ കണ്ടു ഞെട്ടി, അത്ര തന്നെ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ നമുക്കറിയാം ലാലേട്ടൻ ഓരോ തവണയും ഞെട്ടിക്കാനുള്ള പരിപാടിയാണ് 2025 തോന്നുന്നത്. കാരണം എമ്പുരാൻ മാർച്ച് 27 കൂടി ഒരു വൻ പരിപാടിയായിരിക്കും. KGF ആണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെയാണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ എത്ര വലിയ സിനിമയാണ്. അതല്ല ഇതിന്റെ ഇന്റർവ്യൂസ്, എമ്പുരാൻ ഇന്റർവ്യൂ എന്ന് വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ്, ഒരുപാട് ആളുകൾ ഒരുപാട് പ്രതീക്ഷകൾ പറയും, നമുക്ക് കേൾക്കാൻ പറ്റും. ഇതുപോലെ KGF പോലെ വലിയൊരു സിനിമയാകാൻ പോകുന്നു പറഞ്ഞ് കേൾക്കാൻ പറ്റും. അല്ലാതെ മറ്റ് അന്യഭാഷ നടന്മാരെ നമ്മൾ ഈ ക്യാരക്ടർ ഇൻട്രോ ഇവരിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ തന്നെ ഓരോ ആളുകളും പറയുന്ന ആ വീഡിയോയിൽ അവരുടെ പ്രതീക്ഷകൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമയാകാൻ പോകുന്ന സിനിമ, ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്ന, പാൻ ഇന്ത്യൻ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമ, മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷകൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലും ഉണ്ടാവുന്നുണ്ട്, പ്രേക്ഷകരുടെ ഉള്ളിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹൈപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനിയെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹൈപ്പ് നമ്മളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അമ്മാതിരി പരിപാടി പ്രൊമോഷനാണ് ഇവർ തന്നെ കൊടുക്കുന്നത്. കാരണം അവർ വലിയ കളക്ഷൻ ഇരുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, വലിയ ബജറ്റിലാണ് വരുന്നത്. എക്സാക്ട് ബജറ്റ് എത്രയാണെന്നുള്ളതൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്നാലും 140-150 കോടിയുടെ ഇടയിൽ വരുന്നു എന്ന രീതിയിലൊക്കെ പല ആളുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോ ഒരു 500 കോടി അടിക്കാനുള്ള ശ്രമം നടത്തുമോ എന്ന് ചോദിച്ചാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത്രയും ആളുകൾ ഇവർ ഇറക്കിയുള്ള കളിയാണ്. സോ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ എമ്പുരാനാകും എന്ന പ്രതീക്ഷയോടെ നമുക്കും കാത്തിരിക്കാം.